സ്പോട്ട് ലൈവ് തുടരുന്നു. പെരുമ്പാവൂരിൽ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൂടലപ്പാട് സ്വദേശി ബൈജുവിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ വെങ്ങോല സ്വദേശി സിദ്ദിഖ് പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം, അതിനപ്പുറം എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ സംഭവത്തിന് പിന്നിൽ? ടോം, ഇവിടെ പെരുമ്പാവൂരിൽ ബിവറേജിന് സമീപമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മദ്യലഹരിയിൽ തന്നെയാണ് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായ ശേഷം ഒടുവിൽ വെട്ടിപ്പരുക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ബൈജുവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇത് ഈ ബൈജു എന്ന് പറയുന്ന ആൾ രാവിലെ തന്നെ ബിവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം മറ്റുള്ളവർക്ക് നൽകി വരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ബൈജു നൽകിയ മദ്യത്തിൽ ശീതളപാനീയം കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് സിദ്ദിഖും ഇയാളും തമ്മിൽ തർക്കത്തിലാവുന്നത്. അങ്ങനെയാണ് ആ തർക്കം വലിയ തർക്കമായി മാറുകയും പിന്നീടത് ഈ സിദ്ദിഖ് പ്രകോപനമുണ്ടായ ശേഷം വാക്കത്തിയെടുത്ത് ഈ ബൈജുവിനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയാണ്. ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് ബൈജുവിനെ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടലപ്പാട് സ്വദേശിയാണ് സിദ്ദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ ബൈജുവിനെ ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബൈജുവും ഇയാളും തമ്മിൽ പ്രകോപനപരമായുള്ള തർക്കത്തിലേക്ക് വന്നതാണ്. അത് പ്രത്യേകിച്ചും മദ്യപിച്ച ശേഷമുണ്ടായ തർക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈജു ഇത്തരത്തിൽ മദ്യം വിൽക്കുന്ന ആളാണ്. ബിവറേജിലെത്തി മദ്യം കളക്ട് ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നൽകി വരുന്ന ആളാണ്. അതിൽ ശീതളപാനീയം കലർത്തി എന്ന് പറഞ്ഞുണ്ടായ തർക്കമാണ് ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്. ടോം, ആ സമയത്ത് ഈ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇയാളുടെ ഈ ആക്രമണത്തിൽ ഇരയായ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കാരണം അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. പിന്നാലെ നടന്ന് ക്രൂരമായി വെട്ടുന്നു, അതായത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇയാളുടെ ആക്രമണം. തീർച്ചയായിട്ടും. കാരണം ഈ മദ്യം കഴിച്ചിരുന്നത് കൊണ്ട് ആ അവസ്ഥയിലായിരുന്നില്ല ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ, സ്വബോധത്തിലായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം തർക്കം വലിയ പ്രകോപനമാവുകയും അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ടോം സൂചിപ്പിച്ചതുപോലെ ബൈജുവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ സമയത്ത് ഒരു പക്ഷേ അത്ര ഒരു പ്രകോപനം ഉണ്ടായേക്കാം. അങ്ങനെയാണ് ഈ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയതും ഈ വാക്കത്തിട്ട് വെട്ടുന്നതിലേക്ക് പോയതും അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാണുമ്പോൾ നമുക്ക് ഭീതി തോന്നിക്കുന്ന തരത്തിലുള്ള അത്രയും ഭീതിതമായിട്ടുള്ള ദൃശ്യമാണ് എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുള്ളതും. അങ്ങനെയാണ് അത് ബൈജുവിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ്. അതിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബൈജു നിലവിലുള്ളത്. ഇതും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പെരുമ്പാവൂരിൽ ബിവറേജിന് സമീപത്തായിട്ടാണ് ഈ ആക്രമണം നടത്തിയ ആൾ ഇതിനു മുൻപ് ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണോ? പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഇയാൾ? അത്തരം കാര്യങ്ങൾ വ്യക്തമല്ല ടോം. കാരണം അത്തരം കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ്. കാരണം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ സിദ്ദിഖിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ ചുറ്റിപ്പറ്റിയും ബൈജുവിനെ ചുറ്റിപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും സിദ്ദിഖിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് സിദ്ദിഖ് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ, ഇത്തരം മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വരാനുണ്ട്. എന്തായാലും അങ്ങനെയല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും പോലീസ് ഈ സിദ്ദിഖിന്റെയും ബൈജുവിനെയും ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് ഈ ബൈജു ബിവറേജിലെത്തി ഇത്തരം മദ്യം വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏത് ഇതിലാണ്, നിയമവിരുദ്ധമായിട്ടാണോ, അത്തരം കാര്യങ്ങളും കൂടി പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ അയാൾ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ബൈജുവിന്റെ നിലയെപ്പറ്റി, അതായത് ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്നുള്ളൊരു സാഹചര്യം പറയാറായിട്ടില്ല കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിലാണ് മദ്യലഹരിയിൽ ആക്രമണം ഉണ്ടായത്.